സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും പൂച്ചകളെ സംരക്ഷിക്കുവാനായി ഉപ്പളയിൽ വാടക വീടെടുത്ത് കഴിയുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രശേഖരൻ തമ്പി. ഇവയെ സംരക്ഷിക്കാനായി മൃഗപരിപാലന സംഘടനകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്ന ചന്ദ്രശേഖരൻ തമ്പി ഫെബ്രുവരി 28-നാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ഇദ്ദേഹം പക്ഷേ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് മറ്റൊരു വാടക വീട് കണ്ടെത്തുകയായിരുന്നു. 3 വർഷം മുൻപ് മുതൽ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ജോലി. ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരിക്കെ രാവിലെ ആശുപത്രിയിലെത്തുന്നവർ ബാഗുകളിൽ പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആശുപത്രി പരിസരത്ത് ഉപേക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭക്ഷണം പോലും കിട്ടാതെ ഇവ വഴിയാത്രക്കാരുടെ ഏറും അടിയും കൊണ്ട് നടക്കുന്നത് കണ്ട് സഹാനുഭൂതി തോന്നിയാണ് ഇവയെ കൂടെ കൂട്ടിയത്. ഇപ്പോൾ ഭക്ഷണവും താമസവുമൊക്കെ ഇവിടെ തന്നെയാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുന്നതിനോടൊപ്പം മംഗലാപുരത്ത് കൊണ്ടുപോയി വന്ധ്യീകരിക്കുകയും ചെയ്തിരുന്നു. പലരും പരിഹസിക്കാറുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ചന്ദ്രശേഖരൻ തമ്പി മുഖവിലേക്കെടുക്കാറില്ല. ശേഷം കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു 45-50ഓളം പൂച്ചകൾ പല ആൾക്കാർ ഇവിടെ കൊണ്ട് ഇടുകയും കുറേയെല്ലാം പ്രസവിച്ച് ഇവിടെ തന്നെ പ്രസവിച്ച് കുഞ്ഞുങ്ങളാവുകയും ചെയ്തു. ഏകദേശം 50 പൂച്ചകളുണ്ട്. അതിൽ ഒരു 10-30ഓളം പൂച്ചകളെ നായകളും മറ്റും ആക്രമിച്ച് കൊലപ്പെടുത്തുകയും നിലവിലിപ്പോൾ എനിക്കൊരു 18-19 പൂച്ചകളോളം ഇപ്പോൾ എൻ്റെ സംരക്ഷണത്തിലുണ്ട്. അതിൽ 2-3 പൂച്ചകൾ ഞാൻ വന്ധീകരിച്ച് ഇവിടെ തന്നെ പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും വന്ധീകരിക്കാനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 28-ാം തീയതി റിട്ടയർമെൻ്റ് ആയ സ്ഥിതിക്ക് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പൂച്ചകളെ എന്ത് ചെയ്യും, അവറ്റകളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ മനസ്സില്ലാത്തതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞാൻ ഇവിടെ തന്നെ തുടരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകമകന് തിരുവനന്തപുരത്താണ് ഇപ്പോൾ ജോലി. അത്യാവശ്യ കാര്യത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മാത്രം പോയി ഒരാൾ ഇവിടെ തന്നെ തങ്ങുകയാണ് ചെയ്യുന്നത്. ഇവയെ പരിപാലിക്കാൻ സന്മനസ്സുള്ള സംഘടനകൾ മംഗലാപുരത്തും സൂരത് കല്ലിലുമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണിപ്പോൾ. അത്തരം സംഘടനകളുണ്ടെങ്കിൽ കുറേ പൂച്ചകളെ അവരെ ഏൽപ്പിക്കണം. അതിനുശേഷം 3-4 പൂച്ചകളുമായി തിരുവനന്തപുരം ശാസ്തമംഗലത്തെ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നാണ് ചന്ദ്രശേഖരൻ തമ്പിയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.